അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇവിടെ നായർത്തോട് ഭാഗത്ത് ഇങ്ങനെ വന്ന് എല്ലാ വീഡിയോ ഒക്കെ എടുത്തിക്കൽ കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു കടല വിൽക്കുന്ന ഒരു ചേച്ചിനെ കണ്ട്, കുടുംബശ്രീയിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് പോരാ, കുറച്ചും കൂടി ഒരു പാർട്ട് ടൈം ജോബ് എന്നുള്ള നിലയ്ക്ക് പിന്നെ കുടുംബശ്രീ പണിയൊന്നും ഇല്ലെങ്കിൽ കടലയും വിൽക്കുക, പിന്നെ 2 മണിക്കൂർ കിട്ടിയാൽ അതും ചെയ്യാന്നുള്ള. അപ്പോൾ ഇത് പരിചയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് ചേച്ചിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താണ് ചേച്ചിയുടെ പേര്? ശകുന്തള. എവിടെ സ്ഥലം? നായർത്തോട് ആ അക്കരെ അല്ലേ? നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കാവിലക്കാടാണ് അല്ല? ആ അല്ല, അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നായർത്തോടായി. അപ്പം അങ്ങനെ കടലൊക്കെ അങ്ങനെ അടിപൊളിയാ. ഇതിപ്പോൾ എന്നാ കച്ചവടം തുടങ്ങി? കടല കച്ചവടം ഒരു മാസമായി. വേറെന്തെങ്കിലും ജോലി പോയിരുന്ന ആളാണ്? തേങ്ങ വെട്ടാനും തേങ്ങ എടുത്താനും പരത്താനും ഒക്കെ പോയിരുന്നാ? ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരാളെ തേങ്ങ കൊപ്പര കച്ചവടക്കാരൻ. ഇവിടുന്ന് ഒരുപാട് പയ്യന്മാർ തന്നു. 10 ഇതുള്ള ഈ കുട്ടികളൊക്കെ 10,000 തേങ്ങ വെക്കും ഞാൻ. അടുത്തും ചെയ്യണം. അപ്പൊ എല്ലാ പണിയും എടുക്കാനും നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ പണി ഉണ്ടായാൽ മതി. പണിയില്ല, അവര് മരിച്ചപ്പോ പിന്നെ പണി കുറവാണ്. അപ്പൊ നമ്മളിപ്പോ കുടുംബശ്രീയിലെ ശരി. അപ്പൊ ഈ കുടുംബശ്രീയുടെ പണിയാണ് ഇപ്പോ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ കുറേ ദിവസം ജോലി കിട്ടിയാ? 32 പണിയേ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു പണി വരുന്നുണ്ട് അല്ലേ? ഇനിയിപ്പോൾ ഒരു 2-3 മാസം കിട്ടുമോ? നിങ്ങളെ ഗ്രൂപ്പിൽ എത്ര ആളുണ്ട്? ADS ആരാ? ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എത്ര, ഒരു വാർഡാണോ 2 വാർഡാണോ? ഒരു വാർഡിൽ 80 ആളാ ഉണ്ട്. പലരും പല സെക്ഷനിലേക്കാണ് കൊണ്ട് ജോലിക്ക് പോവുക അല്ലേ? ശരി. അപ്പോൾ അതൊക്കെയാണ് സംഭവം. എന്നാലും ജീവിതം കഴിഞ്ഞു പോകാൻ പറ്റും. ഏട്ടനെവിടെ? ഇല്ല. സോറി. മക്കളൊക്കെ എത്ര? ശരി. അപ്പം നമ്മൾ തന്നെ അങ്ങനെ നോക്കുക കാര്യങ്ങളല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിവിടെ നായർത്തോട് ഇവിടെ സന്ദർശിക്കുന്ന സമയത്ത് പാലം നമ്മൾ കാണാൻ വരുമല്ലോ. അപ്പോൾ കാണാൻ വരുമ്പോൾ നമ്മളെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കടൽ നിങ്ങളെല്ലാവരും വാങ്ങുക. നമ്മളെ വീട്ടിൽ ചേച്ചി തന്നെ വറുത്തിട്ട് കൊണ്ട് വിൽക്കാൻ വരുന്നതാണ്. അപ്പോൾ ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയ്ക്ക് ചേച്ചി ഇതിന് വേണ്ടി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നന്നാവും. പിന്നെ അതുകൂടാതെ തന്നെ കുടുംബശ്രീയുടെ പണിക്ക് അതും പോകുന്നുണ്ട്. അപ്പോൾ ജീവിത മാർഗ്ഗമാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഇവിടെ വരുമ്പോൾ എല്ലാവരും കടല വാങ്ങിയിട്ട് ചേച്ചിയെ സഹായിക്കുക. ഓക്കെ. പിന്നെ കുടുംബശ്രീ പണിയും ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. ഓക്കെ. കേട്ടിങ്ങനെ പോവാ, എല്ലാ പണിയും ചേച്ചി ചെയ്യൂട്ടാ. അപ്പം എന്നാൽ ശരി. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പോൾ എല്ലാവരും നിങ്ങളെ കടല വാങ്ങും. അപ്പം ഞങ്ങൾ